എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നല്ല മഴയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്, മഴയുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് +2 സയൻസ് ബാച്ച് ആയിരുന്നവർ ഏറ്റവും കൂടുതൽ +2 കഴിഞ്ഞ് കഴിയുമ്പം പോവാൻ ചാൻസ് ഉള്ള ഒരു സ്ട്രീമാണ് BSc നഴ്സിംഗ്. അപ്പോൾ ഞാൻ വിചാരിച്ചു BSc നഴ്സിംഗ് നമുക്ക് കേരളയിൽ കിട്ടാനുള്ള സ്കോപ്പും ഔട്ട്സൈഡ് കേരളയിൽ കിട്ടാനുള്ള സ്കോപ്പും ഇന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ കേരളയിൽ നഴ്സിംഗ് നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അഫിലിയേഷൻ ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് LBS വഴി അഡ്മിഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാ കോളേജിലും തന്നെ വേണ്ടത്ര അംഗീകാരം ഉണ്ടാകും. +2 കഴിഞ്ഞിട്ട് ഒത്തിരി കുട്ടികൾ BSc നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ BSc നഴ്സിംഗിന് നമ്മുടെ കേരളയിൽ കോമ്പറ്റീഷൻ ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേരളയിൽ സീറ്റിൻ്റെ അവൈലബിലിറ്റി നല്ല കുറവാണ്. ആ ഒരു കാരണത്താലാണ് നമ്മുടെ ഇവിടുന്ന് ഒത്തിരി കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ റിസർവേഷനും ഒക്കെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ കേരളയിൽ തന്നെ BSc നഴ്സിംഗ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ തന്നെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കേരളത്തിൽ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത് LBS അലോട്ട്മെന്റ് വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. എൻ്റെ ഒരു അറിവിൽ കേരളത്തിൽ പുറത്ത് ഒത്തിരി സ്റ്റുഡൻസ് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു കർണാടക, ബാംഗ്ലൂർ, ആന്ധ്രയിലൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ അപ്രൂവ്ഡ് ആവണമെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോളേജിന് സ്വന്തമായിട്ടൊരു പേരൻറ് ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു പേരൻറ്റിങ് ഹോസ്പിറ്റൽ ഇല്ലാത്ത കോളേജ് ആണെങ്കിൽ നമ്മൾ മറ്റുള്ള കോളേജിൻ്റെ ഹോസ്പിറ്റലിലായിരിക്കും പോസ്റ്റിങ്ങിനും പ്രാക്ടീസിനും ഒക്കെ പോകേണ്ടി വരിക. അപ്പോൾ നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസിനൊക്കെ ചാൻസ് വളരെ കുറവായിരിക്കും കിട്ടുക. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് തന്നെ ആ ഒരു കോളേജിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും ഒക്കെ ഫെസിലിറ്റീസ് ചോദിച്ചറിഞ്ഞിട്ട് മാത്രം അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഫീസ് വൈസ് പറയുകയാണെങ്കിൽ കേരളേനേക്കാൾ ഒത്തിരി കുറവാണ് ഔട്ട്സൈഡ് കേരള പോയി പഠിക്കുമ്പം. ഞാൻ നേരിട്ട് വിളിച്ചന്വേഷിച്ച ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് ആന്ധ്രയിൽ നഴ്സിംഗ് പഠിച്ചിറങ്ങുമ്പോൾ ഒരു 6 lakh 7 lakh ഒക്കെയാണ് വരുന്നത്. അതുപോലെ നമ്മുടെ കേരളയിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടൊരു 10 lakhs അല്ലെങ്കിൽ 10 lakhിൻ്റെ ഒക്കെ എബോവ് പോവുമായിരിക്കും പ്രൈവറ്റ് കോളേജിലൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ. കേരള, കർണാടക, തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലല്ലാണ്ട് അബ്രോഡും പോയി ഒത്തിരി പേര് നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്കോപ്പുള്ള ജോലി തന്നെയാണ്. ഇപ്പോൾ +2 സയൻസ് കഴിഞ്ഞവരാണ്, എനിക്ക് വലിയ മാർക്കൊന്നുമില്ല പക്ഷേ എനിക്ക് നഴ്സിംഗ് തന്നെ പഠിക്കണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഔട്ട്സൈഡ് കേരളയിലുള്ള നഴ്സിംഗ്. അവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ എന്തോ ഒരു 60 to 65% മാർക്ക് മതി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ കാണുന്ന അനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.